എന്റെ വായിരിക്കുന്നേക്കാ നിന്നെ പറ്റിച്ചളിയാ നിന്നെ. ഇതെന്ത് ഇമ്പോണ്ട് വാ വാ, വാ, നേരെ ഇങ്ങോട്ട് നടന്നു പോണം വാ. വാ എത്ര നാളായടാ മാമ സത്യല്ലേ? സത്യല്ലേ എത്ര നാളായി നമ്മള് കുറച്ച് കാലം ആയല്ലോടാ. അതാ ദീയേ ഒളി ദീതാ വളി പോയാലിരിഞ്ഞരമ്പേ അത് നമുക്ക് എല്ലാവർക്കും കളിയാ. ഇതെല്ലാം തിരിച്ചു വന്നിട്ടാണ് സിറ്റിയൊക്കെ തിരിച്ചു വന്നിട്ടാണ് നമുക്ക് ഫുൾ ടൈം വള്ളി ടീംസ് ആയിട്ട് ഇങ്ങനെ നടക്കണം. എനിക്ക് അങ്ങനെ തന്നെ നടക്കണം. അങ്ങനെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനും ഒരു അക്ഷരം പറയരുത്. അത്രേ ഉള്ളൂ. പഴയ വലിയ TKRB-ലൊക്കെ ഓർമ്മ പേടിയാണ് നമ്മൾ പിന്നെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു ഗ്യാങ് മിണ്ടോ എടുത്ത് പിന്നെ എടാ നിന്നെ നീ ഈ ബ്രേക്ക് എടുത്ത സമയത്താടാ ഉക്കറ 50 തൊട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു ഇന്റർവ്യൂ എടുക്കുമെന്ന്. കുറച്ചേ വലുതായി പോയി മനസ്സിലായ. അവന്റെ ആഗ്രഹം വന്നടാ. അവന് ആഗ്രഹം കാണൂലേ? പിന്നെ അവന് ആഗ്രഹം കാണൂലേ? അവന്റെ ആഗ്രഹങ്ങൾ കാണൂലേ? അവ അന്ന് ഇന്റർവ്യൂ എല്ലാം എടുത്ത മറ്റേ അന്ന് ആദ്യം ഇന്റർവ്യൂ എല്ലാം എടുത്താൽ തൊലഞ്ഞു പോയനേട്ടാ. സത്യല്ലേ? അവന്റെ പേരെന്തിനായിരുന്നു? അയ്യോ മറന്നുപോയി. ഉക്കർ റോക്കി ആ ഉക്കർ റോക്കി സിറ്റിയിലെ ഹീറോ. ഇത് ഏത് വണ്ടി? ഇത് 2 വണ്ടിയൊക്കെ ഇങ്ങനെ അതൊക്കെ എല്ലാം തങ്കന്റെ ആടാ. സംഭവം ടെമ്പററി സെർവറല്ലേ ഇത്. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ സ്ലോ ആവത്തെ. ഇവിടെ സ്ലോ ആയി. ഇവിടെ ടെമ്പററി സെർവറിന്റെ ആൾക്കാരൊന്നുമില്ലടാ. നമുക്ക് എന്തിനാ ആൾക്കാര്? നമ്മൾ രണ്ടുപേരും പോരെ. ഇത് സേതുല്ലേ? ഇവിടെ സേതുണ്ട്. ഇവിടെ കേറി അടുത്ത സേതുനെയാണ് തല്ലണ്ടേ. നിന്റെ ചങ്കല്ലേടാ. അതൊന്നല്ലേ പണ്ടേ കളിയാ. സേതു മാസം അടിച്ചൊരു ഷൂളോ അടിച്ചൊരു വരം ഉണ്ടായിരുന്നു. തിരിച്ചെന്റെ അടപ്പ് നിറച്ചൊരു സീനായിരുന്നത്. സേതു വന്നാലേ അതൊരു ഇമ്പാക്ട് ആണല്ലേ? എന്നിട്ടും കേട്ടില്ല. ഹലോ ഇതാരാ? സുഖം. ഇതാരാ? പീറ്ററോ? ആ പറ. ഇത് എന്താ പേരെന്താ? അല്ല അതല്ല ഈ കോട്ട് മാർക്കോ. ഇത് മാർക്കോ സാറാണോ? ഓ ബ്ലാക്ക് മാഫിയിലുള്ള. ആ ഇത് ശബ്ദം ഇങ്ങനെയാണെന്ന് ഗംഭീര ആക്കുന്നതാണോ? ഓർമ്മയുണ്ട്. സുഖാണോ? എനിക്ക് സുഖം. പോയിട്ട് വരട്ടെ. എടാ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ തങ്ക. ഇതൊക്കെ ആരാ? എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി. എടാ അവന്റെ ശബ്ദം എന്താ? അർജുൻ ദാസാ. ഇപ്പൊ വേറെ പരിപാടി ഉണ്ട്. എക്സിയൊക്കെ ഇങ്ങനെ ചവിട്ടാൻ പറ്റും. ഞാൻ തിരിക്കാം. വണ്ടി തിരിക്കാവേ. കറക്റ്റ് ചവിട്ടണേ. അതെങ്ങനെയായിരുന്നു? അയ്യോ മറന്നുപോയി. എക്സ് എനിക്ക് പിടിക്കാൻ അത് പോയില്ലടാ. അങ്ങനെ ഇവിടെ സിറ്റിയിലൊക്കെ ഇനി പെമ്പിള്ളാരൊക്കെ പറഞ്ഞോടാ. ഇത് പെമ്പിള്ളാരൊന്നും ഇല്ല കേട്ടോ സിറ്റിയില്. പിടിമലയിൽ പോയി കിട്ടും. എല്ലാത്തിനും കിട്ടും. കയ്യോടെ പിടിക്കാം. ഇതാ ഇതൊക്കെ കൊച്ചു പിള്ളേരൊക്കെ. എടാ അവള് വരുമ്പോ എന്നെ വിളിക്കാൻ പറയണേ. നിന്റെ ഗേൾഫ്രണ്ട്? മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട് അല്ലേ? നോവേ. എടാ ഞാൻ പറഞ്ഞില്ലേ ദാടമ്പട്ടിക്ക് ഷൂസ് പോലെ മന്ദാരത്തിലൊക്കെ ഗേൾഫ്രണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രോപ്പർ പെണ്ണുപിടിയാടാ. എടാ പെണ്ണ് പിടിയാടാ മന്ദാരമൊക്കെ. എടാ നമ്മളൊക്കെ ഉണ്ടല്ലോ ഒരു പെണ്ണിന്റെ അടുത്ത് മനസ്സിലായോ അങ്ങനെ പോയി മനസ്സിലായി കോഴിത്തരവും നടക്കത്തില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. മനസ്സിലായോ? നമ്മള് ലോയൽ അല്ലേ? പെൺപിള്ളേർക്ക് ഇപ്പൊ ലോയലൊന്നും വേണ്ടെന്ന്. മാറിപ്പോയെന്ന്. പെൺപിള്ളേർക്ക് ഇപ്പൊ ലോയലൊന്നും വേണ്ട. ലോയലുള്ള ആമ്പിള്ളേരാണ് വേസ്റ്റ്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ പറ്റത്തില്ല. നമ്മള് പണ്ട് തൊട്ടേ ജനിച്ചപ്പോ തൊട്ട് ലോയാലിറ്റി എന്താന്ന് അറിയാവുന്നോണ്ടേ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരാളെ പറ്റിക്കാൻ അറിഞ്ഞോളല്ലേ. എനിക്ക് അറിഞ്ഞോളിയാ. ഓ നമ്മള് കണ്ടു വളർന്ന വാസുണ്ണയൊക്കെ അല്ലടാ. പിടിമലയിലെ ഒറ്റ മനുഷ്യരില്ല. വേറെ മലയൊക്കെയാന്ന് തോന്നി ഇപ്പൊ ട്രെൻഡിങ്.
ഇപ്പൊ കളിമല അതേപോടാ ഈ കളിമല അങ്ങനെ എന്തോ ഉണ്ട് ഇപ്പൊ. പോടാ ഓ പാലം പോയ പോക്കെ മാമാ മാമൻ എടാ എല്ലാരും പ്രശ്നമായി ഒരുത്തരെ നമ്മള് കത്തിച്ചു കൊന്നു ഒരു 1 ലിറ്റർ പെട്രോൾ മേടിച്ചോണ്ട് ഗ്യാങ് ഹൗസിന് വാങ്ങിച്ചിട്ടോ പെട്ടെന്ന് പെട്രോൾ വാങ്ങാൻ മറക്കല്ലേ പെട്രോൾ വാങ്ങണം പെട്രോൾ വാങ്ങണം പെട്രോൾ വാങ്ങിച്ചോണ്ട് വാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് തമാശയല്ല എടാ സീരിയസ് ആണോ വന്നാരം തമാശയല്ല വന്നാരം നീ എന്താ കുഞ്ഞു കളിക്കുന്നോടെ മാമന്റെ ഒരുത്തരെ കത്തിക്കാനെ പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്നാടാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്നാ എന്താണ് ഒരു കാര്യം പറയാൻ കണ്ട എടാ നമ്മളായിട്ടൊന്നും ചെയ്യില്ല ഇങ്ങോട്ടൊന്നും തല്ലിയതാ പെട്ടെന്ന് പെട്രോൾ വാങ്ങിച്ചു വാ കത്തിക്കണം ഇവനെ രണ്ട് കന്നാസം വാങ്ങി വരുന്നുണ്ട്. ഓക്കെ കത്തിക്ക് ഇവനെ ഒന്ന് കത്തിക്ക്. മാമനെ അവൻ അടിച്ചു കൊന്നടാ. എടാ മാമൻ എന്തോ ഒരുത്തനായിട്ട് എന്തോ സംസാരമായി. മാമനെ അവൻ അടിച്ചു കൊന്ന്. എടാ മാമനെ അടിച്ചു കൊന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത് തന്നെ. അതുവരെ ഞാൻ ഇടപെട്ടില്ല. ഇവനെ ഒന്ന് കത്തിക്കണം. ഇവന്റെ കിഴയാണ്. അവന്റെ കോണയൊന്നുമല്ല, ചീത്ത വിളിച്ചടാ. അതുകൊണ്ടാ കത്തിക്കാന്ന് പറഞ്ഞില്ല. കത്തിക്കത്തില്ലായിരുന്നു ആളുടെ. എടാ പിന്നെ അടിയായി പേരൊന്നും ചോദിച്ചില്ല. ഗ്യാങ് എന്തോന്ന് തോന്നുന്നു. വലിയ കോണയായിരുന്നു. എടാ അവനെ പൊക്ക EMS ഒക്കെ എത്തി. വന്നേ ദോ ഇവിടെ EMS സിറ്റിയിലൊക്കെ ഉണ്ട്. ഗ്യാങ് ഹൗസിന്റെ വാദിക്കാം. അവിടെ അപ്പൊ കാണാം EMS സിറ്റിയിലുണ്ടോന്ന്. എടാ വന്നേ EMS ദോ മേളില് നോക്ക്. നീ പെട്രോളിങ് എടുത്ത് പെട്രോൾ കത്തിക്കട്ടെ. മന്ദാര എവിടെ? പെട്രോൾ പമ്പ് സമരം. ഞാൻ വേറെ പമ്പിൽ പോകും. എന്താ ആരും മിണ്ടല്ലേ. എടാ സന്തയില്ലാത്തവനെ, ഞാനേ നിന്റെ കൂടെ തന്നെയാ വന്ന. ഈ കാട്ടിൽ തന്നെ എന്തിനാണ് നീ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയത്? പെട്ടെന്ന് ഒന്നാണ് വല്ല കരിമ്പുലിനെ കടിക്കും. പെട്ടെന്നോ അളിയ 1 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ട് വരുമോ? ഏവലൊക്കെ എവിടത്തി? ആണോ? ഉണ്ടോ? എന്നാ എന്റെ ഇല്ലല്ല കത്തിച്ച അവനെ കത്തിച്ച. സിറ്റുവേഷൻ അവനൊക്കെ മന്ദാരത്തിനോട് പുച്ഛം കേട്ടോ. അവനെ ഒന്ന് ആക്കണം റേഡിയോയില്. എടാ എല്ലാവർക്കും റേഡിയോ കയറാം. ഇപ്പൊ റോളൊന്നും വേണമെന്നില്ല മാമ. കേറാം. കുറച്ചേ പണിതുള്ളൂ സെർവർ തന്നെ. ആണോ? എന്നേക്കുമായിട്ട് എക്സ്ലാറ്റീസ് ചെയ്ത് പോയാണോ പ്ലാൻ? എന്തായാലും സെർവർ എന്താ പണ്ട് മീൻ പിടിക്കുമ്പോ 5-10 ഞാൻ വരുന്നത്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഡേവിസ് ചേട്ടൻ വരുന്നത്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. അടിച്ചുറക്കിയാലോ? എന്റെ ഗണ്ണില്ലേ? നീ മറ്റേ മീനേന്ന് വിളിച്ചാളിയാ? മീനാന്നല്ല മീനേ.
എന്ന് വിളിച്ചേ. ഒരു മറ്റേ പൈസ ഇതില്ലേ, മീനെ 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 കറച്ച് കറച്ച്. ചാള കണ്ണൻകുഴി ആള ചൂര ചൂര നല്ല നല്ല ഫ്രഷ് ചൂര ഉണ്ട്. മീൻ പിടിക്കാൻ പോയാലോ അളിയാ, പണ്ടത്തെ നെസ്റ്റു ഒക്കെ പിടിച്ച്. മീൻ എന്റെ ഇവിടെ മീൻ അതൊക്കെ കൊണ്ടുവരണം. ഉണ്ട്, അതൊക്കെ ഉണ്ട്, ചെയ്യേ ഇപ്പം. ഇല്ല മീൻ പിടിക്കാനൊന്നും പറ്റില്ലടിയാ. എന്നാ മീൻ പിടിക്കാൻ പോവാം. ട്രാവലിംഗ് തോർത്തും കെട്ടി ഇറങ്ങാം കടലില്. എടാ അമ്മാരെ കൊണ്ട് പോയി, ഏവല അമ്മാരെ കൊണ്ട് പോയി. അമ്മാരോടി എടാ ഈ എടാ നിനക്ക് ഈ വീടിന് എന്ത് കളറാടാ കാണുന്നേ? ഞാൻ എവിടാ ഈ വീട് ഒറിജിനൽ ഈ ലെഫ്റ്റിലെ വീട്. എടാ ഈ വീടിന് നിനക്ക് എന്താ കളർ കാണുന്നേ? എനിക്ക് റോസ് വയലറ്റ്. പക്ഷെ ഇത്ര നാൾ ഈ വീടിന്റെ ഒരു തിളക്കം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലളിയാ. നിന്റെ പുതിയ PC ആണോ? നമ്മളെ എക്സാമ്പിൾ അറിയാ. ഏത് ഇമ്പോണ്ട്? പുതിയ PC കിടന്നപ്പോഴേ അങ്ങ് തിളക്കം കൂടിയെന്നാ. വലിയ ദിവസം ഒന്നും തിളക്കം കാണൂലേ. ഞാൻ ശപിക്കുകയാണ് നിന്നെ. ഇവനാണോ? വണ്ടി എടുത്തിട്ട് പോടാ. അളെ ആരാ? ആരാ അവൻ ഇറങ്ങിയടാ. ഇറങ്ങണ കേട്ടോ വണ്ടി. വണ്ടി എടുക്കണേ. പിന്നെ നീയല്ലേ ഞാനൊന്നല്ല. അലക്സണ്ണ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അലക്സണ്ണ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പിള്ളേരെ കൂടെ നമ്മൾ ഡീൽ ചെയ്യാം. എന്താണ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ ഗ്യാങ്ങാണോ? നിന്റെ കഴപ്പെന്താണ്? നിന്റെ കഴപ്പ് രാത്രി കഴപ്പെന്താണ്? ഗ്യാങ്ങാണോ? പിന്നെ ഗ്യാങ്ങൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അവൻ അടിച്ച് ബോട്ടി കൊണ്ട് കളയാൻ. എന്റെ പഴയ കോണടിപ്പിക്കല്ലേ ആമ വണ്ടി കയറേ. ഓ അലക്സ പറ. അലക്സണ്ണോ കളിയാ പോയിട്ട് അലക്സാണ്ടറൊക്കെ വിജയം. ഏത് പെണ്ണടാ ഇത്? കളിയെ കഴിഞ്ഞോളൊക്കെ. ഹലോ ഫുട്ബോൾ കളി കഴിഞ്ഞു കേട്ടാ. ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാ. ഓ ഇത് നമ്മളെ തല്ലോ കൈവെക്കുവോ? ഹലോ എന്താ പെൺപടയോടാ മാമ? സിംഗപ്പെണ്ണ അതങ്ങനെ എല്ലായിടത്തും സംസാരിക്കണം. നമ്മുടെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഗേൾസിന് ഡ്രസ് പറഞ്ഞല്ലോ, ബാക്കി പെമ്പിള്ളാരും ജയിച്ചു ഇട്ടടക്കാറില്ല. ബ്രസീൽ വലിയ ഫാനാണോ? ഓക്കെ ഒറ്റ മിനിറ്റ്. ബ്രസീലിന്റെ വലിയ ഫാനല്ലേ? ബ്രസീലിലെ ഒരു 10-6 പേര് പറഞ്ഞേ. 10 പേര് ബ്രസീൽ ഫാൻ എന്നല്ലേ പറഞ്ഞത്? ഇത്ര വലിയ ഡയലോഗ് അടിച്ചില്ലേ? പറ 10 പേര് പറ. അയ്യോ കഷ്ടം. ആവറേജ് ബ്രസീൽ ഫാൻ മാമ. നീ ഏത് ആറ് ഫാനാളിയാ മാമ? ഇങ്ങോട്ടോ അല്ല ഗ്രൂപ്പിലല്ലേ പല എല്ലാരും ഇങ്ങനെ തർക്കി വെച്ച് നീ ഇതൊരു ആറ് തർക്കിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പോലും പോകില്ലല്ലോ. അത് എന്നെ തിരിച്ചെല്ലാം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല. അതല്ലേ നീ ആറ് ഫാൻ എന്നാലും അളെ ഞാൻ എനിക്കിഷ്ടം മെസ്സി. അങ്കര മെസ്സി. പുള്ളിയുടെ ഫുൾ നെയിം എന്താ അറിയോ? അറിയാം, ലിയോണൽ മെസ്സി. ഓ അതെല്ലാം അറിയാം. അതൊക്കെ അറിയാം. പുള്ളി ഏത് ടീമിലാന്നറിയോ? ഞാനും കണ്ടതാ. ഞാൻ തിരിച്ചു തന്നെ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. മനസ്സിലായ പൊട്ടനല്ല അവിടെ ഉള്ളത്. ഹലോ ഏവലെണ്ണ നമ്മള് സംസാരിച്ചോട്ടെ. ഹലോ ഏവലെണ്ണ മാമോ അണ്ണൻകളി കൂടുന്നുണ്ട് കേട്ടോ. അണ്ണൻകളി അണ്ണ സംസാരിക്ക. അടുത്ത ലീഡറോടാകട്ടെ. അല്ല ഒറ്റ അലക്സണ്ണൻ ഇവിടെ. അലക്സണ്ണൻ അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങ് നേരത്തെ ടോണൊക്കെ അങ്ങ് മാറിയായിരുന്നല്ലോടാ. ഇവൻ നേരത്തെടാ മാമ. ഇവൻ നേരത്തെ എനിക്ക് നിന്റെ ആരാണത്? ആ കൊച്ച് എന്റെ ഗേൾ ഫ്രണ്ട്.
നിന്റെ ഗേൾഫ്രണ്ട് ആണോ? എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു നിന്റെ ഫ്രണ്ടാന്ന്. നിന്റെ ഫ്രണ്ടാണ്. ഓ അങ്ങനെ. ഗേൾഫ്രണ്ട്. അപ്പൊ ഞാൻ അവനോട് ഇടിച്ചേക്ക് മിനിമം സോറി. ഫാമിലിയിലുള്ളതാണ്. നീ എന്ത് ചെയ്യും? കൊച്ചിനെ കൈ വെക്കുവോ? ഒന്ന് തൊട്ട് നോക്കും. നീ ഇവിടുന്ന് ഇഴഞ്ഞു പോവല്ലോ. അവൻ ഈ കൊച്ചിന്റെ അടുത്ത് നിന്ന് ഫാമിലിയിലുള്ളതാണോന്ന്? ഫാമിലിയിലുള്ളതാണ്. എന്റെ അനിയത്തിയാടാ കൊച്ച്. എന്റെ ഫാമിലിയിലുള്ളതാണ് എന്റെ അനിയത്തി. എന്റെ പെങ്ങളാടാ. ആ അതെ. ആ കുട്ടി സേഫ് ആയിട്ട് കേട്ടോ. പോട്ടെ. ആമാ കേറ്. എടാ ബ്രസീലാടാ. ആളറിഞ്ഞോളാ. ആളറിഞ്ഞോളി. മന്ദാരാണോ അത്? മന്ദാരല്ല. കഷ്ടം തന്നെയല്ലേ വണ്ടി തട്ടിയതിന്റെ പേരിലൊക്കെ ഇപ്പോഴും ഞാനൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോ സേഫ് സോൺ എന്ന് പറഞ്ഞവന്മാരാണ് ഇപ്പത്തെ കണ്ടാ. ഇത് പഴയ പണ്ട് പോയ പ്രിൻസസ്. ഹലോ 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 സീറ്റി. ഹലോ ഫ്രണ്ടിൽ മൂന്ന് പേര്. എന്താ ബ്രോ കടലിൽ പോകാനൊക്കെയാണോ? ഹലോ ഹലോ ഇതാരാ? ഇതാരൊക്കെയാ? എനിക്കറിഞ്ഞൂടാ. പണ്ട് ആകാരം അക്കു ചേട്ടൻ. പേരെന്താ ബ്രോ? മറ്റേ ഗ്യാങ്സ് കാണാൻ നേരത്തെ കുറച്ച് അതല്ല അതല്ല അവനല്ല, ഇത് വേറെ ആള്. ഇവൻ തന്നെ മറ്റേ അല്ല ഇവല്ലേ. പേരെന്താ ബ്രോ? പേരെന്താ ബ്രോ? ഗോകു സോമൻ. വാറ്റന്റെ പേരുള്ള തല്ലത്തില്ല. വാറ്റന്റെ പേരുള്ള ഒരാളെ സോമൻ ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. സോമൻ ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലേ നിന്നെ അടിച്ചേനെ. ഇവിടെ ഒരു ഗോകു മതി. ആ ശരിയല്ലേ? നമ്മളെ ഫാമിലി ഇപ്പൊ 2 ഗോകു ഉണ്ട്. അതാരൊക്കെ? അല്ല ഒന്ന് മെസ് ബൈ ഗോകു, അങ്ങനെ വാറ്റ് ഗോകു. തുടക്കം പലവിധ കവിതകൾ രചിക്കും. ഹലോ കുട്ടി. ഹലോ ഹലോ കുട്ടി. ഹലോ ഹലോ ഹായ് ഹായ്. അത് എന്ത് ചെയ്യാനടാ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളെ മുമ്പിൽ. പേരെന്താ? വന്ന് രാത്രി സുട്ടുവായിരുന്നോ? സുട്ടു വാ കേറ്. വാ നീ പറ മക്കളെ. വാ കേറ് കേറ് കേറ്. അതൊക്കെ നമുക്ക് പോകുന്ന സംസാരിക്കും. കേറ്. ആണോ? തോക്കടാ മാമ, തോക്കടാ തോക്കടാ തോക്കടാ. തട്ടിക്കൊണ്ടാ കൈവക്കടി. ലിഫ്റ്റ് അപ്പ് ചെയ്യടാ മാമ. ലിഫ്റ്റ് അപ്പ് അക്സെപ്റ്റ് ചെയ്യില്ല കൊല്ലു. അക്സെപ്റ്റ് ചെയ്യില്ല കൊല്ലു നമ്മള്. എന്റെ തോക്കുണ്ട്. എന്റെ തോക്കുണ്ട്. ആ കേറ് കേറ് കേറ്. എന്തിനെന്നോ? ആ എന്നാ പോട്ടിരാ കേട്ടോ. പോട്ടിരാവേ. ഏതിനായിട്ടാ ഞാനൊക്കെ തട്ടി. നമ്മളോ? ഞാൻ മണി. ഇത് രായൻ. രാജൻ. രായനല്ല രാജൻ. കുട്ടിയുടെ പേരെന്താ? സുട്ടു അല്ലേ? മാമോ ഞാന് കൊച്ചൂടെ ഒന്നിച്ചാ സുട്ടു മണിന്നാവല്ലേടാ? എന്റെ ഒരു മണിന്നാ. ആ മണി. എല്ലാരും സീറ്റായിട്ട് മണിന്ന് വിളിക്കും. പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അത് കൊള്ളാം. അത് കൊള്ളാം. അത് കൊള്ളാം. അയ്യോ ചുറ്റു എന്നുള്ള പേര് ഭയങ്കര കിടിലാണല്ലോ. അപ്പൊ അച്ഛന്റെ പേര് കുട്ടുന്നോ? കുട്ടുന്നാണ് അച്ഛന്റെ പേര്. ആ നീ മരിച്ചു കേട്ടോ. പിന്നെന്താ? ഞാൻ ചാവുവേ. ഞാൻ ഇവളും ചാവുന്നു. ഇവള് ചാവൂല. ഇവള് രക്ഷപ്പെടും. മലയിൽ നിർത്തലേ പരിപാടി നടക്കാം. അത് എന്ത് ചെയ്തിട്ടാണോ ഒരാൾ റാങ്ക് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വേണ്ട. ചോദ്യങ്ങളില്ല ഇവിടെ, ഉത്തരങ്ങൾ മാത്രം. കൈവെക്കൂ. മാമോ മാമോ
ആ താത്തിട്ട് അവനെ പോലെ ക്രൂരനല്ല. ഒരു പെണ്ണിനെ കൊണ്ട് കൈ തൂക്കിയെന്ന് എനിക്ക് ഇഷ്ടമല്ല. ആയിക്കോട്ടെ. നിങ്ങൾ സംസാരല്ലേ നിങ്ങൾ സംസാരിക്കും. അല്ലേ മാമ, അത് മോശമല്ലടാ. അല്ല മാമ, അത് മോശമല്ലടാ. പിന്നെ സുഖാണോ? എന്തായിരുന്നു? സുഖാണ്. ഓ ആരാ? ചോദിക്കാൻ ആൾക്കാരൊക്കെ വന്ന് അപ്പഴേ അടിച്ചു കൊല്ലുവേ. ആ സംസാരം ആ കണ്ണപ്പി വേറൊരു കാര്യം പറയണ്ട, ഞാൻ പിന്നെ പറയാവേ. എന്താ? അല്ല ഇപ്പൊ പറയാം, ഇപ്പൊ പറഞ്ഞ മാസം പിന്നെ പറയാം. ആ ഇപ്പുറത്തോട്ട് എന്നിട്ടൊന്ന് പറഞ്ഞേ. ഇപ്പൊ വരാവേ. ആ പറ. അളിയ തോക്കില് വെടിവെക്കാൻ പറ്റൂല. അതെന്താ? ഡ്യൂറബിലിറ്റി ഇല്ല. കണക്കാരെ പറ്റൂ. ഹലോ ആ സുട്ടു പറഞ്ഞു. സുട്ടു സിംഗിളാ. ഇവിടെ ആള് കൂടി ഇത്. ആള് കൂടിയാ എവിടെ? എടാ ഇവള് സിംഗിൾ ആണ്, നമുക്കെന്താ? അയ്യോ അയ്യോ ഇതാര്? ഇത് രായണ്ണ എന്തൊരു പെമ്പടയായിട്ട് വരുന്നു. കിട്ടങ്ങ് ഇല്ലടാ. ഹലോ, ഇത് നെസാണോ? നെസ അല്ല പിന്നെ ആരാ? എടീ ചിഞ്ചറാണി, എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് അറിഞ്ഞൂടാ ഈ സമയത്ത്. നീ ഒരു കാര്യം പറഞ്ഞേ, ഏവല് വേറെ സെറ്റായല്ല. ഡേ മണി അവള് പറഞ്ഞ നീ എന്തേലും ചെയ്തോ? ബാബാ ഞാൻ പറട്ടെ, ബാബാ ഞാൻ ഇരിക്കാതെ, ബാബാ ഇരിക്കാതെ. അവള് കിടന്ന് എഴുതുന്നുണ്ട്. എന്താ രാണോ അതോ? ഓ നല്ല തറവാട്ട് അതല്ലേ പറയാ. ഇല്ല, കൊന്നില്ല. ആര് കൊന്നു? ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ എന്താ വേണം? ഫുഡ് കഴിക്കാൻ നമ്മള് കൊന്നിട്ടൊന്നുമില്ല. മാമയ്ക്കുന്നേ ചിഞ്ചു എങ്ങനെയുണ്ട്? ചിഞ്ചു കൊള്ളാം. എന്താണ് ആർക്കാണ്? എനിക്കാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് നിനക്കാണെങ്കിൽ നോക്കാളിയാ. നോക്കിയാലോ? എനിക്ക് നിങ്ങളൊക്കെ ഇല്ലളിയാ. ആണല്ലേ? എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു കൂട്ട് വേണ്ടാ. നീ ഡ്രൈവ് ആക്കോ. ചിഞ്ചു തരുമോ? ചിഞ്ചു ഹലോ ചിഞ്ചു. യെസ് കം. സുഖാണോ ചിഞ്ചു? പിന്നെ സുഖല്ലേ? എനിക്ക് സുഖമൊക്കെ. നീ ഇപ്പൊ വിളിക്കാറൊന്നുമില്ലല്ലോ, ഫുൾ തിരക്കൊക്കെ അല്ലേ? ബൈക്ക് ഒന്ന് അൺലോക്ക് നമ്മുടെ വേറെ വണ്ടിയില്ലേ കൊണ്ട് തരണേടാ. ഇല്ലല്ല ബൈക്ക് താഴെ കാറിൽ എടുത്തോ. ആ ഓക്കെ, പറഞ്ഞോ. ഞാനിപ്പോ ഒരു നമ്പറിൽ വിളിക്കുവേ, അതൊന്ന് ചിഞ്ചു ആണോന്ന് പറയണം. ചിഞ്ചു എന്റെ പെണ്ണല്ലടാ. വിട്ടോ എന്നാലും എടാ ഏവലടാ, ഏവല് ആശ കൊടുത്തിട്ട് ചിഞ്ചുനെ തേച്ചടാ. എനിക്കത് ഇഷ്ടമല്ല അളിയ. അല്ലല്ല ചിഞ്ചു നമുക്ക് മനസ്സിലായി. ചിഞ്ചു ആശയൊക്കെ തന്നു. ചിഞ്ചുന് ഇഷ്ടമായിരുന്നു ഏബലിനാ? നിന്റെ ഇറക്കി വിട്ട. അല്ലല്ല ഞാൻ ഇവിടെ നിക്കാന്ന് വിചാരിച്ചു. സേഫ്റ്റി മുഖ്യമല്ലേ. സേഫ്റ്റി വേണം. എങ്ങനെയുണ്ട് ചിഞ്ച് നല്ല കൊച്ചാ, തന്തയില്ലാത്തതാ. ഇല്ല സത്യം പറയാലോ, നല്ല കൊച്ചാ. തന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു. ഞാനത് നോക്കിയാലോ നോക്കിക്കൊണ്ടിരിക്കാനേ ഒക്കത്തോളൂ. മനസ്സിലായില്ലേ? അവള് വെച്ച് തരും. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവള് ചെയ്തോളൂ നിന്നെ. മനസ്സിലായില്ലേ? നീയേ ഇങ്ങനെ സർക്കേ, നീയേ ആണാണേലും ഉണ്ടല്ലോ, എന്നെ കൊണ്ട് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയേ ധൈര്യമായിട്ട് പോടാന്ന് പറഞ്ഞു. ഇതിന് മാത്രം നീ എതിർക്കുന്നുണ്ടെങ്കിലേ നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ലടാ. ബാബോ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ മോളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തേലും ഉണ്ടാകത്തില്ലേ? അല്ല എന്തേലും ഉണ്ടാകത്തില്ലേ മോളെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ? ഓ അത് ശരിയല്ല. എന്താ കാര്യമൊന്നുമില്ല, ചുമ്മാ വിളിച്ചേ, സ്നേഹത്തോട് വിളിച്ചേ. എടാ ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോ റീലോഡ് സ്കിൻ അടിച്ചാതേടാ. മാമ നിനക്ക് സിറ്റിയിൽ അത്യാവശ്യം വേണ്ട ഒരു തന്തയാണ് ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട്. മാമ
സ്റ്റീവൻ ഒന്നും ആഡ് ചെയ്യില്ല, സ്റ്റീവന്റെ ആഡ് ചെയ്യാൻ. സ്റ്റീവന്റെ സെറ്റാക്കണ ഞാൻ PC എടുത്തല്ലോ. എന്താടാ എന്ത് അല്ല ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ എടാ 6 വർഷം ഞാൻ മൂഞ്ചാനല്ലോ ഇന്നത്. ട്രെയിനിങ് ഇതൊക്കെ. എന്നാലും പറയാനായിട്ടൊരു അമ്മയില്ലടാ, നിനക്ക് പറയാനായിട്ടൊരു തന്തയിലും ഉണ്ടോടാ. അത് അമ്മയല്ലല്ലോ, നീ അമ്മ, നിന്നെ അമ്മ ആക്കിയതല്ലേ, ആക്കിയല്ലടാ നീ. നിന്റെ അച്ഛന്റെ പേര് ജർമ്മൻ എന്നാണോ? അല്ലല്ലേ ജർമ്മൻ ഷിപ്പാണോ? അപ്പൊ നിന്റെ അച്ഛന്റെ എന്താ? എന്ത് നിന്റെ അച്ഛന്റെ പേരാണ് മാമൻ എന്ന് പറഞ്ഞ നിന്റെ പേരുള്ള നിന്റെ അച്ഛന്റെ പേരെന്താണ്? മാമനെന്ന് മാത്രമേ ഉള്ളൂ, അച്ഛൻ അറിഞ്ഞാത്തോണ്ട് ഞാൻ പേരിട്ടിട്ടില്ല, മനസ്സിലാ? നിന്റെ നീ അപ്പൊ അതുപോലെ തന്നെ എന്റെ ഞാൻ ജർമ്മനിയിലാണല്ലേ ഞാൻ ജനിച്ചത്. സുമതിയമ്മ എന്നെ കാണുന്നത് നിന്റെ അച്ഛൻ്റെ ജർമ്മൻ ചിപ്പാട്. നേരെ നിക്കടാ ആദ്യം. ഇതെന്താടാ ഒരു ഫോണിലെന്തോ അലാറം അടിക്കുന്നതാ. അലാറം അടിക്കണേ എനിക്ക് കേൾക്കണ. എവിടെ റൂമിന്നോ? എടാ എന്റെ ഫോണിൽ നിന്ന് അടിക്കുന്നേ. നിന്റെ ഫോണിന്നോ പിടിച്ചാടാ നിന്നെ? കേരളത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗതയ്ക്ക് ശക്തമായ കാറ്റിന് സാധ്യത. ഓ ട്രെയിൻ അലേർട്ടൊക്കെ അടിച്ചടാ. ആദ്യമായിട്ടല്ല, എനിക്ക് ആദ്യമായിട്ടാ വരുന്നത്. ഇതിനു മുമ്പേ മറ്റിങ്ങനെ കിടന്ന് അലാറം വരുത്തില്ലടാ, ജസ്റ്റ് നോട്ടി വരുത്തേ ഉള്ളായിരുന്നു. ഇത് അലേർട്ട് പോലെ അടിച്ചടാ. ആലപ്പുഴക്കാരനല്ല. രായണ്ണ ഇപ്പൊ എവിടാന്നറിയാം. രായണ്ണനും SRK അവളും കൂടെ എവിടെ പോയി, ഒരു 3 നേരം കൂടെ പോയതാണ് അവിടെ. വാ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ നമ്മുടെ വണ്ടിയുണ്ട്. വാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണേ ഉള്ളു. വാ വണ്ടി എടു. ഡാം പൊട്ടിന്ന് എന്തൊക്കെയാണ് പറയുന്നത്? ഏത് ഡാം പൊട്ടി? നിങ്ങൾ എന്നൊക്കെ ബുദ്ധിയില്ല, ഇതൊക്കെ ചുമ്മാ. എവിടെ വേണ്ട. ആര് എടാ SRK ഊമ്പിച്ചല്ലടാ പന്ന. ഇല്ല നമ്മളിട്ടോളാം അണ്ണ ധൈര്യമായിട്ട് നമ്മളിട്ടോളാം പോയിട്ട്. അമ്മേനെ കയറിയടി. എടാ എന്നാ വിളിക്കുമ്പോ നമ്മളെ കൂടെ വിളിച്ചിട്ട് പോടാ SRK. എടാ ഞാൻ നിങ്ങൾ താഴെ സംസാരിക്കാൻ പോയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോയി. മറ്റേ പെണ്ണവിടെ ചത്തിറക്കല്ലടാ. ഏത് പെണ്ണ്? അത് രായണം പോയല്ലോ. അത് രായണം പോയല്ലോ. രായം വേറെന്തോ എടുക്കാൻ പോയല്ലേ? ഇല്ലല്ല നീ കള്ളങ്ങടാ, നീ കള്ളൻ. രായം ബൈക്കിന് വേറെന്തോ എടുക്കാൻ പോവാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് പോയി. തമാശക്ക് ഒരിക്കലും പറയരുത്. നമ്മളല്ലല്ലോ വണ്ടിയാണ്. ആ കൊച്ചൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോ ലോലിന്റെ കൂടെ കയറി പോണുണ്ട്. ആര് സിഞ്ചുറാണിയോ? വണ്ടിയോടെ സിഞ്ചുറാണി എന്റെ കൂടെ ഉണ്ട്. രായണ്ണന്റെ കൂടെ എപ്പോഴും പിള്ളേരുണ്ടല്ലേ? ഫസ്റ്റ് നമ്മള് മറ്റേ പെണ്ണിന്റെ പേരെന്തായിരുന്നു? മറ്റേ റോസ് നമ്മൾ ആദ്യം കൊണ്ടുപോയ കണ്ട്. എന്നിട്ട് ഒരു വളവ് വളഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രായണ്ണൻ ഫോൺ അടിച്ചു പോലെ അവിടെ വന്ന്. അതെങ്ങനെ? എനിക്കൊരു പിടുത്തമില്ലടിയാ. അഡ്മിനാടാ രായണ്ണ എങ്ങനെ എത്തുന്നു? ഇതെങ്ങനെ എത്തുന്നത്? എനിക്ക് തോന്നണ രായണ്ണ അഡ്മിൻ പവർ ഒന്നുണ്ടല്ലോ ഇതിനകത്ത്. എന്താണ് ഇവിടെ ഗുണ്ടായി തോന്നിയ കഷ്ടം തന്നെ, കഷ്ടം കഷ്ടല്ലേ ഇതൊക്കെ? പിങ്ക് കാർ എന്ന് പറഞ്ഞ പെണ്ണാ പോന്നെ. അല്ല എന്തിന് അല്ല ഇനി ആൾക്കാരൊക്കെ പറഞ്ഞല്ലേ ഒന്ന് റെഡി ആവണമെങ്കിൽ? ഓ അത് ഇനിയിപ്പോ ടെമ്പററി കഴിയണോ? ഇപ്പൊ എല്ലാം ജോലി പണിയെടുപ്പും പൈസ. പറഞ്ഞോ എബിലെ പറ. തിരക്ക് ഇത്ര നേരം ഇതാണോ? ആ റുബി എന്തൊക്കെയുണ്ട്? സുഖാണോ? എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
ഹലോ ബ്രോ ബ്രോ ഇല്ലടാ ഞാൻ ഇടൂല്ലടാ വലിയ സൗണ്ടാ. ചപ്പാലും ഇടൂല്ലടാ ആ ഇങ്ങ കണ്ണ വിളിക്കുന്നടാ നിന്നെ വിളിക്കുന്നടാ അവള് നമ്മൾ അവോയ്ഡ് ചെയ്യണം പെൺപിള്ളേരെയൊക്കെ. എന്ത് കാര്യം എന്ത്? നീ അങ്ങനെ അവോയ്ഡ് ചെയ്യാത്താണല്ലോ. ഏബിളിന്റെ പെണ്ണല്ലേ, ഞാൻ പിന്നെ അവോയ്ഡ് ചെയ്യണ്ടേ? അയ്യോ അങ്ങനെയാണാ? ഓ ആ പറടാ ഏബിളെ പറ. ഹലോ ആ പറ. ഹലോ യെസ് കേക്കാം മോനെ എന്താ? ആ ഇങ്ങോട്ട് വാ കേക്കാമോ നിനക്ക് തുടക്കം പലവിധ കവിതകൾ രചിക്കും തുടങ്ങും. ഇത് നിന്റെ എന്റെ അടുത്തെടുക്കരുത് പാടി പാടി. ഇങ്ങോട്ട് വാ കണ്ണ എന്താ? പിന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞ് നേരെ ഫ്രണ്ട് നിക്ക് യെസ് ഇതെന്താ? രാകേഷ ഇതെന്തുവാ ഇതെന്താ? അല്ല കൊടുത്ത് വരുന്നില്ല. ആ ആ പറടാ പറ. എന്താണ് ഒന്ന് മാറിക്കോ പ്ലീസ്, ഒന്ന് മാറിക്കോ. നിങ്ങളെ കെട്ടിപ്പിടിയൊക്കെ എന്റെ ഫ്രണ്ടിൽ നടക്കൂല, ഞാൻ വെടിവെച്ച് കൊല്ലു. ആ ഓക്കെ ആ കൊറേ ആൾക്കാരെ കണ്ടല്ലോ, വലിയ ഉപകാരം. ഇതൊക്കെ സ്റ്റാറ്റസിനെ ബാധിക്കണം മാമ. കാരണം എന്നെ പോലെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ആ എടാ നിങ്ങൾ സെറ്റായോ റൂബി? ഏബിലായിട്ട് സെറ്റായോ? പൊന്നെ ഏബിലായിട്ട് സെറ്റായ നീ ഒറ്റ ഏബിലായിട്ട് സെറ്റായ പാണം. ഇവൻ എങ്ങനെയുണ്ടോ നമ്മള് ചോദിക്കണ? നമ്മളാ ഡേറ്റ് ചെയ്യണ? നമ്മളാണോ ഡേറ്റ് ചെയ്തേ? ഡേറ്റ് ആയിട്ട് നീ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കടി. ഇവ എങ്ങനെയുണ്ട്? ഓ പൊന്ന ഒറ്റ പറ്റേ റൂബി അവിടേക്ക്. ഈ ബെസ്റ്റ് ആവുന്നതിനെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. അതാണ് ഇപ്പൊ നല്ല കളിയാ. അതാകുമ്പോ കമ്മിറ്റ്മെന്റ് വേണ്ട, ഒരു പ്രശ്നമില്ല, തലവേദനയേ ഇല്ല, എന്ത് വേണം ചെയ്യാം. പിന്നെ എന്ത് വേണം ചെയ്യാം. ആണോ? ആ ഫ്രണ്ടിക്ക് മേലെ അയ്യോ ലവർ കീഴേ. ആണോ? ഓ ഈ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ കുണ്ണയാവോ? ഉറപ്പായിട്ടും ആണല്ലേ? അത് നീ അക്സെപ്റ്റ് ചെയ്തിട്ട് പരിപാടി തുടങ്ങണം. ഓക്കെ ഞാൻ കുണ്ണയാണ്. അത്രേ ഉള്ളു ആളിയാ. പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ നടന്നിട്ട് എന്തിനായി? മാമനും തോന്നേ ഒറ്റ ഒരു ഇപ്പൊ തുടങ്ങിയ പരിപാടിയല്ല ഇത്. ഒരു 4 അല്ല 5 വർഷം മുമ്പ് തൊട്ട് തന്നെ ഇതുപോലെ പല പ്രലോഭനങ്ങളിലും നീ എന്നെ മോട്ടർ ചെയ്ത് വിടാറുണ്ട്. നിനക്ക് ലോറയിലായിട്ട് നീ ലോറെ നോക്കണമെങ്കിൽ നീ ഇങ്ങനെ പോവരുത്. ലോറയൊക്കെ പോയിട്ട് മാസങ്ങളായി. കുഴപ്പമെന്ത് ബെസ്റ്റ് പറഞ്ഞാൽ ലവറിന്റെ അത് ഏബിളിന്റെ ഫീൽ ആവും. അവന് ചിലപ്പോ ഉറങ്ങണ സമയത്ത് വിഷം വല്ലതും വെച്ച് കൊല്ലും. അതെ അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ പറട്ടെ, ഇത് ദിവ്യ പ്രണയമല്ല. ദിവ്യ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, ഇത് ഇവര് സെറ്റ് ആയത് ഒരു ദിവസം കൊണ്ടാ. ഇതിപ്പോ ഡേറ്റിംഗ് അല്ലേ? അപ്പം 2 ഡേറ്റിംഗ് ഒരുമിച്ച് അവള് കൊണ്ടുപോകും. എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് എന്തൊക്കെയാടാ പറയുന്നത്? അളിയാ പറ. പരിപാടി ഒന്നുമില്ല. ഇത് നമ്മള് കറങ്ങി നടക്കുന്നു. ഞാനൊരു കാര്യം വിട്ടാ കണ്ണാപ്പി, അതെങ്ങനെ ശരിയാവും? എങ്ങനെ? അല്ല 2 എണ്ണം എന്ത് 2 ബെസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും? അത് പാടാണല്ലേ? അത് പാടാണ്. അല്ല 2 ബെസ്റ്റ് ആരുണ്ട്? ഓൾറെഡി ബെസ്റ്റ് എന്നാണ് പറയണ അവനെ. ഓ ഏബലിനെ. എടാ ഞാൻ പറട്ടെ, അവര് ഡേറ്റിംഗിലാണ്, മനസ്സിലായ? അപ്പൊ ബെസ്റ്റ് അല്ല. ബെസ്റ്റ് ആയിട്ട് തങ്കം മാത്രമേ ഉള്ളൂ. വാ എന്നാ